നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കള്ളങ്ങൾ കൊണ്ട് ചീട്ടുകൊട്ടാരം തീർത്ത പാകിസ്ഥാന് ഏറ്റവും ഒടുവിലത്തെ മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൽകിയത്. പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളം തരിപ്പണമാക്കി എന്ന പാകിസ്ഥാന്റെ വാദം നിസാരമായാണ് നരേന്ദ്രമോദി പൊളിച്ചത്. പാകിസ്ഥാൻ തകർത്തുവെന്ന് വ്യാജ പ്രചാരണം നടത്തുന്ന S-400 മുന്നിൽ നിന്ന് സല്യൂട്ട് ചെയ്തുകൊണ്ട് സൈനികരുടെ ധീരതയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ചുട്ട മറുപടി നൽകുമെന്ന് വ്യക്തമാക്കുന്ന ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് എല്ലാം അവസാനിച്ചിട്ടില്ല എന്നും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ആണവായുധം ഉപയോഗിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് വെച്ചു പൊറുപ്പിക്കില്ല. ഇത് പുതിയ ഇന്ത്യയാണ്. വേണ്ടിവന്നാൽ മനുഷ്യജീവനുകൾ സംരക്ഷിക്കാൻ യുദ്ധത്തിലേക്ക് നീങ്ങാൻ മടിക്കില്ല. ഇനി മറുപടി നൽകിയാൽ അത് പാകിസ്ഥാന്റെ സർവനാശമായിരിക്കും. ശത്രുക്കൾ മണ്ണോടടിയുമെന്നും മോദി പറഞ്ഞു. എന്നാൽ അതുകൊണ്ടും അവസാനിപ്പിക്കുന്നില്ല. കശ്മീർ വിഷയത്തിൽ മറ്റൊരാളെയും ഇടപെടാൻ അനുവദിക്കില്ല. നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകിയേ മതിയാകൂ എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീർ ഇന്ത്യക്ക് വേണം. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്ക്, ഡോക്ടർ MS വേണുഗോപാൽ വിദേശകാര്യ നിരീക്ഷകൻ, ബ്രിഗേഡിയർ വേണു നായർ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് നേതാവ് എന്നിവർ ആണ്. ആദ്യം ബ്രിഗേഡിയർ വേണു നായർ, സൈനികമായി നമ്മൾ എങ്ങനെ മറുപടി നൽകി എന്ന് പലപ്പോഴായി നമ്മുടെ വിവിധ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം തന്നെയായിരുന്നു ഇന്ന് നരേന്ദ്രമോദി മറ്റൊരു കള്ളം കൂടി പൊളിച്ചത്. വ്യോമത്താവളത്തിൽ, അതായത് പാകിസ്ഥാൻ തകർത്തു എന്ന് അവകാശപ്പെട്ട വ്യോമത്താവളത്തിൽ നേരിട്ടെത്തി അവിടുത്തെ സൈനികരെ സല്യൂട്ട് ചെയ്യുന്നു. ഇനി ഒരു മറുപടി, അല്ലെങ്കിൽ ഇതിനപ്പുറം ഒരു മറുപടി ഇന്ത്യക്ക് നൽകേണ്ടതുണ്ടോ, നൽകാൻ സാധിക്കുമോ? അഭിലാഷ് ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ ജയഹിന്ദ്. ഇന്നും നമ്മൾ എനിക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ, എക്കോ വരുന്നുണ്ടാകും അല്ലേ? ബാക്ക് വരുന്നുണ്ട്. ഞാൻ സംസാരിക്കാം. യെസ്, പറയൂ. എക്കോ വരുന്നുണ്ട്. അതെ, ഞാൻ സംസാരിക്കാം. ഈ 4 ദിവസത്തെ ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ മേൽക്കൈ. യെസ് സാർ, ആ സാങ്കേതിക പ്രശ്നം ഞാൻ വളരെ പെട്ടെന്ന് പരിഹരിച്ച് താങ്കളിലേക്ക് വരാം. ഡോക്ടർ MS വേണുഗോപാൽ, ഇവിടെ ഇതാ ഒട്ടേറെ ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ചോദ്യങ്ങളെല്ലാം ഉയരുന്നത്. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്തിൽ അത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടത്തിയ ഓരോ പരാമർശങ്ങളും കള്ളം നിറഞ്ഞതായിരുന്നു. തുടക്കത്തിൽ ഈ ഭീകരാക്രമണത്തിൽ പങ്കില്ല എന്ന് പറയുന്നു. ഐക്യരാഷ്ട്രസഭയിലടക്കം അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നു. അന്ന് പിന്നെ എങ്ങനെയാണ് ഒരു ഭീകര സംഘടന, അതും TRF എന്ന ഭീകര സംഘടന, ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എന്ന് ചോദിക്കുന്നു. എന്തിനാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് നിങ്ങൾ കൂടുതൽ സുരക്ഷ ഒരുക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. പിന്നീട് ഇന്ത്യ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ അത് ആക്രമിച്ചു എന്ന് ഇന്ത്യ തുറന്നു പറയുന്നു. പക്ഷേ സാധാരണക്കാരായ ആളുകൾ ആണ് കൊല്ലപ്പെട്ടത് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. അവിടെയാണ് മസൂദ് അസർ തൻ്റെ കുടുംബാംഗങ്ങൾ അടക്കം മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്ന് വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ലഷ്കർ-ഇ-തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ അൽ-ഖ്വയ്ദ അടക്കം ഇന്ത്യക്കെതിരെ യുദ്ധവുമായി വരുന്നു. ഇപ്പോഴിതാ പ്രധാനമന്ത്രി ഒരു സൈനിക താവളത്തിൽ, വ്യോമത്താവളത്തിൽ നേരിട്ടെത്തി അവിടുത്തെ സൈനികർക്ക് ആത്മവിശ്വാസം പകരുന്ന, അവരെ ബിഗ് സല്യൂട്ട് ചെയ്യുമ്പോൾ ഇതല്ലേ യഥാർത്ഥത്തിൽ പ്രൊഫഷണലായി നൽകേണ്ട ഒരു മറുപടി? തീർച്ചയായിട്ടും. ഇന്നലെ അദ്ദേഹം രാഷ്ട്രത്തോട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയാതെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ, ഇന്ന് ആദംപൂരിൽ അദ്ദേഹം നമ്മുടെ വ്യോമസേനാ കേന്ദ്രത്തിൽ പോയിട്ട് ഒരുപാട് ലോകത്തെ പറയാത്ത അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾക്ക് ഉത്തരം നൽകുക കൂടിയാണ് ചെയ്തത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഒരു യുദ്ധവും നഷ്ടപ്പെട്ടു, അഭിമാനവും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർ നുണപ്രചരണം കൊണ്ട് ആ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഞങ്ങൾ ജയിച്ചു, ഞങ്ങളാണ് ജയിച്ചത്, ഞങ്ങൾ ഇന്ത്യക്ക് ഒരു വിട്ടുകൊടുക്കൽ നടത്തിയതാണെന്നുള്ള മട്ടിലാണ് അവരുടെ പോക്ക്. അപ്പോൾ അതിനായിട്ട് അവർ പറയുന്ന നുണകളിൽ ഏറ്റവും പ്രധാനമാണ് ആദംപൂർ അടക്കം
നമ്മുടെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അവർ തകർത്തു, നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ അവർ തകർത്തു, നമ്മുടെ ഡ്രോണുകൾ പലതും തകർത്തിട്ടുണ്ട്, വിമാനങ്ങൾ തകർത്തിട്ടുണ്ട്, റഫേൽ അടക്കമുള്ള വിമാനങ്ങൾ തകർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നുണപ്രചരണങ്ങൾ നടത്തുമ്പോൾ നടത്തുന്നത് മാത്രമല്ല, അവരുടെ പ്രധാനമന്ത്രിയാവട്ടെ അവരുടെ ജനറലാവട്ടെ എല്ലാവരും അണ്ടർഗ്രൗണ്ടിലിരിക്കുന്നത് പോലെയാണ് കഴിയുന്നത്. കഷ്ടിച്ച് പാർലമെൻറ്റിലൊന്ന് വരുന്നു, തിരിച്ച് ഒളിസങ്കേതത്തിൽ പോയി കഴിയുന്നത് പോലെ കഴിയുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അവർ തകർത്തു എന്ന് പറഞ്ഞ സ്ഥലത്ത് അദംപൂരിൽ പോയി നമ്മുടെ വ്യോമസേന അംഗങ്ങളോടൊപ്പം നിന്ന് നെഞ്ചു വെരിച്ച് നിന്ന് അദ്ദേഹം അവരോട് അഭിസംബോധന ചെയ്തു. ഈ ലോകത്തോടാണ് അഭിസംബോധന ചെയ്തത്. ഞങ്ങൾ സമാധാനം കാക്ഷിക്കുന്നവരാണ്, പക്ഷേ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ആരായാലും അവരെ ഞങ്ങൾ തീർപ്പാക്കിയിരിക്കും, ഇനി അതിന് മാറ്റമില്ല. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അവസാനിച്ചിട്ടില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പാകിസ്ഥാൻ ഇങ്ങോട്ട് എങ്ങനെ കാണിക്കുന്നു അതിന് മറുപടിയായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയേണ്ട വിധത്തിൽ അദ്ദേഹം അവിടെ കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ അവരുടെ അതിർത്തിയിൽ ബോർഡറിൽ പോയി അവർ ഡ്രോണുകളൊക്കെ ഇന്നലെ അവിടെ ഇവിടെയൊക്കെ വിട്ട സ്ഥലങ്ങൾക്ക് അടുത്ത് പോയി ഇങ്ങനെ നെഞ്ചുവരിച്ച് നിന്ന് കാര്യം പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പാകെ ഇന്ത്യ എന്താണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് പാകിസ്ഥാൻ ഇത് താങ്ങാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജനതയോട് അവർക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. പാകിസ്ഥാൻ അവിടുത്തെ പാർലമെൻറ്റിലെ അംഗങ്ങളോട് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അവിടുത്തെ പ്രതിരോധ മന്ത്രി ഖ്വാജ അസീമിനോട് അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങൾ തന്നെ ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ? താങ്കൾ വെളിയിൽ പോയി എന്താണ് പറഞ്ഞത്? ഈ രാഷ്ട്രം ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണ്, 30 വർഷമായി നമ്മളിതാണ് തുടർന്നുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്നാണ് ഇവിടുത്തെ ഒരു വനിത. അതാണല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തടക്കം ടെലിവിഷൻ ചാനലുകളിൽ അടക്കം പങ്കെടുക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അതിലൊരു ഘട്ടത്തിൽ ഞങ്ങൾ ആണവായുധങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം യോജിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു? ഒരിക്കൽ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതൊരു കാലഘട്ടത്തിൽ, ഇപ്പോഴങ്ങനെയില്ല, അന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നു. അതിനുശേഷം ഇതാ ഈ പുൽവാമയിൽ നടന്ന ഭീകര ആക്രമണം, അതിന് പിന്നിൽ പാകിസ്ഥാൻ്റെ പങ്കുണ്ട് എന്നത് അവർ തന്നെ പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതുവരെ സമൂഹത്തോട് പറഞ്ഞ കള്ളങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തോട് പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നൊരു സാഹചര്യവും കൂടിയായിരുന്നല്ലോ ഉടലെടുത്തത്. ഡോക്ടർ വേണുഗോപാൽ, തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ മാത്രമല്ല വിദേശത്ത് പോലും അവർക്ക് ഇന്ന് നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അവരെന്താണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞത് എന്ന് അവർക്ക് വ്യത്യസ്തമായിട്ട് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം, ഞാൻ മുമ്പേ പറഞ്ഞു, അവർ 3 കാര്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. ഒന്ന് നുണ, ഒന്ന് ചതി, മറ്റൊന്ന് ഒറ്റിക്കൊടുക്കൽ. ഇപ്പോൾ അവർ വേറൊരു സാധനം കൂടെ എടുത്തിട്ടുണ്ട്, തീവ്രവാദം, അതായത് മത തീവ്രവാദം. പാകിസ്ഥാനിലെ വിഭജന കാലത്ത് ജിന്ന പറഞ്ഞിരുന്നു, ഞങ്ങൾ 2 രാഷ്ട്രങ്ങളാകുന്നത് ഞങ്ങളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മതത്തിലൊക്കെയുള്ള വ്യത്യാസം കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് അവിടെ കൊണ്ട് അവസാനിച്ചു. അതിനുശേഷം പിന്നീട് വന്ന ഭരണാധികാരികൾ, മുഷാറഫ് അടക്കമുള്ളവർ ഇന്ത്യക്കെതിരെ എടുത്തിട്ടുള്ളത് ഇന്ത്യാവിരുദ്ധ ദേശീയതയാണ്. ഒരിക്കലും മതസ്പർദ്ധ ദേശീയത എടുത്തിരുന്നില്ല. പക്ഷേ ഏപ്രിൽ 16-ാം തീയതി ജനറൽ അസിം മുനീർ ലോകത്തിന് മുമ്പാകെ, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മൊത്തത്തിൽ ഒരു ആഹ്വാനം നടത്തുകയാണുള്ളത്. ഈ 2 നേഷൻ തിയറിയും അതുപോലെ തന്നെ ഹിന്ദുവിനെതിരെ പടപൊരുതണം എന്നുള്ള തിയറിയും കൊണ്ടുവന്നത് അസീം മുനീറാണ്. അത് തീവ്രവാദികളുടെ ശബ്ദമാണ്, അത് തീവ്രവാദികളുടെ മുദ്രാവാക്യമാണ്, അത് തീവ്രവാദികളുടെ പ്രവർത്തന ശൈലിയാണ്. ആ തീവ്രവാദത്തെ ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യ കൃത്യമായൊരു തയ്യാറെടുപ്പുമായി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബ്രിഗേഡിയർ വേണു നായർ, താങ്കളുടെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്നത് വ്യക്തതയില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഇവിടെ ഇതാ ഈ സൈനികമായ അല്ലെങ്കിൽ വ്യോമത്താവളങ്ങളടക്കം ആക്രമിച്ചു എന്ന വ്യാജ പ്രചരണം ഇതോടുകൂടി പൊളിഞ്ഞു. അതുമാത്രവുമല്ല, ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയൊക്കെ അവിടെ പ്രസംഗിക്കുന്നത് ഇന്ത്യ ഒടുവിൽ തോൽവി സമ്മതിച്ചു എന്നുള്ളതാണ്. അവിടെ വിജയ് ദിവസം ആഘോഷിക്കണമെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്.
ഇപ്പോഴിതാ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അടക്കം വാർത്താസമ്മേളനം നടത്തുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ പറയുകയാണല്ലോ. മെയ് 10 ആണ് വിദേശകാര്യ മന്ത്രാലയത്തിന് കോൾ വന്നത്. 12:30 ആണ് ഹോട്ട് ലൈനിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതായത് DGMOയുമായി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ അത് 3:35 ആകാം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുകയും പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ 10 പുലർച്ചെ, അതായത് 9 രാത്രി ആക്രമിക്കുന്നു ഇന്ത്യ. ആ 10 രാവിലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു വെടിനിർത്തലിലേക്ക് പോകണം എന്ന്. അപ്പോൾ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ കൂടി കൃത്യമായി തള്ളുന്നു. ഈ സംശയങ്ങളുള്ളവർക്കെല്ലാം ആ സംശയത്തിന് കൃത്യമായ ഒരു ദൂരീകരണം കൂടിയാകുകയല്ലേ ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളിലൂടെ? തീർച്ചയായിട്ടും അഭിലാഷ്, ഈ 2 ദിവസത്തെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും നമ്മുടെ സൈനിക ശക്തിയുടെയും പ്രഹരം കൊണ്ട് പാകിസ്ഥാൻ മുട്ടുകുത്തി എന്ന് അവർ തന്നെ സമ്മതിച്ചതാണ്. ഇപ്പോൾ നമ്മളുടെ ഒരേ ഒരു ഉദ്ദേശം പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളെയും അവരുടെ ഭീകര ഹെഡ്ക്വാർട്ടറുകളെയും തകർക്കുക എന്ന് മാത്രമാണ്. അത് നമ്മുടെ പെഹൽഗാം കാണ്ഡത്തിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യമായിരുന്നു. അതിന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ പോലെ പഴയ മാമൂലുകളെയെല്ലാം തട്ടി മാറ്റി ട്രാൻസെൽസി ചെയ്തു. 16 സർജിക്കൽ സ്ട്രൈക്ക്, 19 IB ക്രോസ് ചെയ്ത് നമ്മൾ ബോംബിട്ടു. ഇപ്പോൾ 26 നിർദോഷരായ ആൾക്കാരെ, ടൂറിസ്റ്റുകളെ അവരുടെ ഫാമിലിയുടെ മുമ്പ് വെച്ച് അറുംകൊല ചെയ്തതിന് നമുക്ക് ഇന്ത്യക്കാർക്കെല്ലാം അതിനൊരു അത്രയും പ്രതിഷേധവും അതിനുള്ളൊരു പകരം ചോദിക്കണമെന്നുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് ചെയ്യുമെന്ന് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും എല്ലാം കൊടുത്തു. അതാണ് നമ്മൾ 7-ാം തീയതി കാണിച്ചു കൊടുത്തത്. അപ്പോൾ യുദ്ധമോ ഈ ഒരു ആക്ഷനോ അവിടെ നിൽക്കേണ്ടതായിരുന്നു. അവർക്ക് അവരുടെ ആ ഒരു തെറ്റിനെ പറ്റി ബോധ്യമുണ്ടായിരുന്നെങ്കിൽ. അവരുടെ വിചാരം നമ്മൾ ഇവിടെ ആൻറ്റി മുസ്ലിം ഹിന്ദു ലഹളകൾ ഉണ്ടാക്കാം, പിന്നെ അതിനെ മുതലെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഇന്ത്യൻസ് പല ഘട്ടങ്ങളിലും ഒറ്റയ്ക്ക് നിൽക്കും. അതാണ് നമ്മൾ കാണിച്ചത്. അത് നടന്നില്ല. അപ്പോൾ അവർക്ക്, പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്കും അവിടുത്തെ ആർമിക്കും ഇങ്ങനെ ഒരു മാനക്കേടുണ്ടായതിന് ഉള്ളൊരു റെസ്പോൺസ് കൊടുക്കണം ആയിരുന്നു. അത് അവർക്ക് അവരുടെ പബ്ലിക്കിനും കൂടിയുള്ളൊരു റീഅഷുറൻസ് പോലെയായിരുന്നു. അതിനുകൊണ്ടാണ് അവർ ഈ മാസ് ഡ്രോൺ അറ്റാക്ക് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അതിനെ തടുത്തു നമ്മൾ. അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ഈ ഡ്രോണിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എയർഫീൽഡുകളിലെ 15 എയർഫീൽഡുകളും പോപ്പുലേഷൻ സെൻറ്റേഴ്സും ഒക്കെയാണ്. ഞാൻ LCയിലേക്ക് പോകുന്നില്ല. അവിടെ യുദ്ധം കടുപ്പിച്ചിരുന്നു. അത് വേറൊരു ഇതാണ്. അവിടെയാണ് നമുക്ക് 5 പേരെ നഷ്ടപ്പെട്ടത്. അത് വേറെ വാട്ടെ. അപ്പോൾ ഫൈനലി നമ്മളെ അവരുടെ ഈ കീ എയർഫീൽഡ്സ് ആയ സർഗോദ, റഹീം യാർ ഖാൻ, ലാഹോർ ആൻഡ് ഇസ്ലാമാബാദിന് അടുത്തുള്ളത് മുനീർ, പിന്നെ സക്കർ, ഇതെല്ലാം നമ്മൾ ആക്രമിച്ചു. അത് നമ്മൾ പറയാത്തൊരു കാര്യം, ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിൻ്റെ തലസ്ഥാനമായ സ്കാർഡു, അവിടുത്തെ 2-3 വേറെ എയർഫീൽഡുകൾ, ഇപ്പോൾ കറാച്ചി വരെ നമ്മൾ ലെങ്ത് ആൻഡ് ഇൻ ഡെപ്ത്, റഹീം യാർ ഖാൻ എന്ന് പറഞ്ഞ ഡെപ്തിലുള്ളതാണ്. അവരുടെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റികളുടെ അതിൻ്റെ അടുത്ത് വരെ നമ്മൾ പോയി. അവിടെ ഉണ്ടായ ന്യൂക്ലിയർ ലീക്ക് എന്തായെന്ന് അത് പിന്നെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാനിക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ശക്തി, അവരുടെ എയർഫോഴ്സ് എയർ ഡിഫൻസ് സിസ്റ്റം യൂസ്ലെസ് ആണ്. അത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ചൈനീസ് എക്യുപ്മെൻറ്റ്. പിന്നെ അവരുടെ ഫ്രണ്ട് ലൈൻ എയർക്രാഫ്റ്റ് JF-17 ഒക്കെ ഒരു 10 ഇതെല്ലാം കൂടി വീണിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള ഇത് നമുക്ക് പിന്നെ അറിയാം. അപ്പോൾ എല്ലാ കാര്യത്തിലും അവർ വിചാരിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അവര് അതിനെ പറ്റിയുള്ള തരിപ്പണമാക്കിയെന്നാണ് അവർ പറയുന്നത്. അത് ISPRന്റെ നെഗറ്റീവാണല്ലോ. അത് അവരെപ്പോഴും ഇങ്ങനെ ഒരു ഫോൾസ് നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർക്ക് അത് അങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഓരോ ബ്രീഫിംഗ് സമയത്തും അവർ നമ്മുടെ സ്പോക്സ് പേഴ്സൺസോ DG ഓപ്പറേഷൻസ് ആർമി നേവി എയർഫോഴ്സിൻ്റെ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ
ടാർഗറ്റ്, നമ്മുടെ ടാർഗറ്റിൻ്റെ സ്റ്റേച്ചർ ബിഫോർ ആൻഡ് സ്റ്റേച്ചർ ആഫ്റ്റർ കാണിച്ചു കൊടുത്തല്ലോ. അപ്പോൾ അതിൽ ആർക്കും സംശയത്തിൻ്റെ കാര്യം ഇതാണ്. അവിടെ ഇതിൽ കൂടുതൽ പ്രൂഫ് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി പോയ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ടായിരുന്നു. ഇത് നമ്മുടെ പ്രധാനമന്ത്രി യുദ്ധത്തിൽ നയിക്കുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനും ഏറ്റവും എഫക്റ്റീവ് ആയ ഒരു ലീഡറാണെന്ന് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പല സമയങ്ങളും കാണിച്ചിട്ടുണ്ട്. ഈസ് എ ലിസണർ. പുള്ളിയുടെ പേഷ്യൻസ് പലർക്കും അത്ഭുതകരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരിൽ നിന്ന് കേൾക്കും, അത് കഴിഞ്ഞിട്ടുള്ളൊരു തീരുമാനമെടുക്കും. ഇല്ലെങ്കിൽ ഏസ്റ്റ് പറയും, ഇത് ചെയ്തോളൂ എന്ന് പറയും. നമ്മുടെ രാഷ്ട്രം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യു ആർ ഫ്രീ എന്നാണ് നമ്മുടെ ഫോഴ്സസിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ പല പ്ലാൻസും എല്ലാ കാലത്തും ഉണ്ട്. അതിൽ ഏതെണ്ണം എടുക്കണം, അത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എന്ത് മോഡിഫിക്കേഷൻ വേണമെന്നൊക്കെ കരുതി അത് നമ്മൾ ഉപയോഗിച്ചു. അതിൻ്റെ ഫലം കിട്ടി. പിന്നെ ഇന്ന് ആ ആദംപൂരിലാണ് അദ്ദേഹം പോയത്. ഇതൊക്കെ ഓപ്റ്റിക്സ് ലോകത്തിനെ കാണിക്കുകയാണ്, ഇങ്ങനെ നമുക്കൊരു ലീഡർ ഉണ്ട്. ഒന്നാമത് ഫസ്റ്റ് വൺ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ഈവൻ അതർവൈസ് സാറ്റലൈറ്റ് പിക്ചേഴ്സിൽ നോക്കി എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ അടുത്ത ദിവസം തന്നെ അവിടെ പോയി എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു കാര്യമുണ്ട്. എനിക്ക് ഇതിനോട് ചേർത്ത് പറയാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഇതിന് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത് 3 പേർക്കാണ്. ഒന്ന് പാകിസ്ഥാന് കൊടുത്തു, നിങ്ങളുടെ സൈന്യം നമ്മുടെ ഇന്ത്യൻ സൈന്യമായിട്ടൊരു മാച്ചുമില്ല, ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്നത് പോലെ ആർമിയിലെ ഒരു സേയിങ് ഉണ്ട്. അതെ, ഈ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ വന്നത് ഇതാണ്. ആർമിയിൽ ഞങ്ങൾ ഒരു ചൊല്ലുണ്ട്, അത് ഹരിയാൻവികളാണ് പറയുന്നതാണ്. ആ ബൈൽ മുझे മാർ എന്നുള്ളത് ചെയ്തത് പാകിസ്ഥാനാണ്. അപ്പൊ അതിനുള്ള ആ മാർ അവർക്ക് കിട്ടി. പിന്നെ രണ്ടാമത് ചൈനയ്ക്കാണ്. പാകിസ്ഥാന്റെ മിക്കവാറും 60% സുരക്ഷാ ഉപകരണങ്ങളും ആയുധങ്ങളും ചൈന ബേസ്ഡ് ആണ്. മോസ്റ്റ് ഓഫ് ദം വർ നോട്ട് ബാറ്റിൽ ടെസ്റ്റഡ്. ഇപ്പൊ ബാറ്റിൽ ടെസ്റ്റിൽ അവര് പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ JF-17 അതുപോലുള്ള അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെയൊക്കെ കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ ഐ ആം ഷുവർ അത് കൂപ്പുകുത്താൻ പോയിട്ടുണ്ടാകും. നമുക്കറിയാം, ഞാൻ അതിനകത്ത് നോക്കിയിട്ടില്ല. അവർക്ക് നമ്മുടെ ഗൽവാനിന് ശേഷം ഉണ്ടായ ഈ 3 വർഷത്തെ ഡിപ്ലോയ്മെന്റിൽ അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. അവര് വിചാരിച്ച കാര്യമൊന്നും നടന്നില്ല. കൈലാഷ് ഓപ്പറേഷനൊക്കെ പറ്റി അന്ന് അറിയാമായിരിക്കും. ഒന്ന് അത്. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം, ഇന്ത്യയുടെ ഇങ്ങനെ ഒരു മോഡേൺ വാർഫെയറിലേക്ക് നമ്മുടെ ഗ്രാജുവേഷൻ ഇത്രയും നന്നായിട്ട് നടന്നിരിക്കുന്നു. അപ്പോൾ ചൈനക്കാരന് ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. മൂന്നാമത് ഉള്ളത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് വിചാരിച്ചു ചൈനയോട് കൂടെ നിന്നാൽ അവർക്ക് ഇന്ത്യക്ക് മുകളിൽ ഒരു മേൽക്കൈ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ന്യൂസൻസ് വാല്യെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറ്റും. ഇതുവരെയും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് റെസ്പോൺസ് ഇല്ല ഈ കാര്യത്തിൽ. അവർക്ക് അവരുടെ കാര്യം ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഫ്രണ്ട്ലി വിത്ത് ഇന്ത്യ എന്നുള്ള ഒരു നല്ലൊരു ഒരു മെസ്സേജാണ് നമ്മൾ ഇതുകൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ കൃത്യമായും ഇന്ത്യയോട് എതിർത്ത് നിൽക്കുന്ന അയൽരാജ്യങ്ങൾക്ക് കൂടി ശക്തമായ ഒരു സന്ദേശം കൂടി എന്ന് പറയുമ്പോൾ ഞാൻ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളിയിലേക്ക് കൂടി ഒന്ന് പോകുന്നു. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളി, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഭരണകൂടത്തിന് നേരെ ഉയരും, അത് സ്വാഭാവികമാണ്. പക്ഷേ എപ്പോഴും അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടേയിരിക്കുക ഭരണകൂടത്തിന് എന്നത് സാധ്യമല്ല. ഭരണകൂടത്തിന് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ അതിൻ്റേതായ ചില രഹസ്യ സ്വഭാവങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഉത്തരങ്ങൾക്ക് മറുപടി നൽകേണ്ടപ്പോൾ നൽകിയും പോകുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഹാൻഡിലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ടോ? പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടലുണ്ട്. ട്രംപ് ആണോ മധ്യസ്ഥം നിന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം ഇന്ത്യ ഇന്ന് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുമില്ല. വളരെ കൃത്യമായി പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചു, വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു. അതിനുശേഷം DGMO തലത്തിൽ ചർച്ച നടന്നു. അതിലൂടെ വെടിനിർത്തലിലേക്ക് പോയി. ഇനി ഒരു ക്ലാരിറ്റി കുറവുണ്ടോ കോൺഗ്രസിനടക്കം? അഭിലാഷ്, നോക്കൂ, അങ്ങ് പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് ഭരിക്കുന്ന സർക്കാർ ഏതായാലും അത് ചോദ്യം ചെയ്യപ്പെടും, ഏത് സർക്കാരാണ്. ആ കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, ഇനി ഈ കോഴിക്ക് മുല വരുന്നത് പോലെ എന്തെങ്കിലും CPM ഭരിച്ചാൽ അതും ഉണ്ടാവട്ടെ, എല്ലാ കാലത്തും സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാരുകൾ ചോദ്യം ചെയ്യപ്പെടും. അത്രമാത്രം
ജനാധിപത്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് അഭിമാനകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നോക്കൂ, ഈ ആക്രമണം ഉണ്ടായ ദിവസം അതിന്റെ പിറ്റേ ദിവസം തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എടുത്ത നിലപാട് എന്താണ്? ഇത് പാക് സ്പോൺസേർഡ് ടെററിസം ആണ്, അതുകൊണ്ട് തൽക്കാലം യാതൊരു തരത്തിലും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആരും ഇറങ്ങി പുറപ്പെടരുത്, സർക്കാരിനൊപ്പം ഏതറ്റം വരെയും പോകാൻ, ഏത് തരത്തിലുള്ള തിരിച്ചടിയും കൊടുക്കാൻ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുക, പൂർണ്ണമായ യാതൊരു മുൻധാരണകളുമില്ലാത്ത പിന്തുണ നൽകുക എന്നുള്ളതാണ് കോൺഗ്രസ് എടുത്ത നിലപാട്. ആ നിലപാട് മുൻകാലങ്ങളിൽ പ്രതിപക്ഷം എടുത്തിട്ടില്ല എന്നത് ശ്രീ അഭിലാഷ് മറന്നു പോവേണ്ടതില്ല. കാരണം മുംബൈ ഭീകരാക്രമണം ഉണ്ടായതിന്റെ ദിവസങ്ങളിൽ, നവംബർ 29-30 ദിവസങ്ങളിൽ നമ്മുടെ സൈന്യം അവിടെ ഭീകരരുമായി ഏറ്റുമുട്ടുകയാണ്. നവംബർ 30 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിലുള്ള എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുക്കുന്നത് ഇത് കോൺഗ്രസ് സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ 30 തന്നെയാണ് നരേന്ദ്രമോദി പ്രസ് മീറ്റ് വിളിച്ച് രാജിവെച്ച് ഇറങ്ങിപ്പോകണം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും ചെയ്തു. പക്ഷേ മുൻകാലങ്ങളിൽ ആ നിലപാട് ആരും സ്വീകരിച്ചിട്ടില്ല. അന്നത്തെ പ്രതിപക്ഷം BJP എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ സ്വീകരിക്കുന്നു. അതിനുശേഷം യുദ്ധം അവസാനിച്ച ശേഷം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ ആന്റി ടെററിസ്റ്റിക് വാർ അത് അവസാനിച്ച ശേഷം ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടും. എന്തുകൊണ്ടാണ്? ഞാനൊന്ന് ഇടപെടുന്നു, താങ്കളെ പൂർണ്ണമായും തിരുത്തിയല്ല. പക്ഷേ ഈ കശ്മീരിലെ ക്ഷമിക്കണം, പാകിസ്ഥാനിലെ ചിലരൊക്കെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കേരള കോൺഗ്രസിൻ്റെതടക്കം അതിൽ വന്ന പോസ്റ്റുകളും ചോദ്യങ്ങളും ഒക്കെ ആയുധമാക്കിയിരുന്നു. അല്ല, ഈ പാകിസ്ഥാൻ അങ്ങനെ പലതും ചെയ്യും. ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ നാളെ അങ്ങ് അതെടുത്ത് റീഷെയർ ചെയ്താൽ അതിന് വേറൊരു അർത്ഥത്തിൽ അങ്ങ് റീഷെയർ ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താണ് അങ്ങ് പറഞ്ഞ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്വിറ്റർ പോസ്റ്റാണ്. ആ പോസ്റ്റിൽ പറഞ്ഞത് എന്താണ്? ഈ ഭഗൽഗ്രാം പോലെ ഇത്രമാത്രം ടൂറിസ്റ്റുകൾ വന്നൊരു സ്ഥലത്ത് എങ്ങനെയാണ് തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ചത്? അവിടെ തിരിച്ചൊരു വെടിവെക്കാൻ പോലും ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ചുമതലയുള്ള രാഷ്ട്രീയ റൈഫിളിന് ഒരു സെക്ടറിന് പകരം 2 സെക്ടറിന്റെ അധിക ചുമതല എന്തുകൊണ്ടാണ് കൊടുത്തത്? ഇതൊക്കെ ഇപ്പോഴും ചോദ്യമാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില പരാമർശങ്ങളുണ്ട്. നരേന്ദ്രമോദി ജമ്മു കാശ്മീർ സന്ദർശനമൊക്കെ മാറ്റിവെച്ചു എന്ന തരത്തിലും. നരേന്ദ്രമോദി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ലല്ലോ. ബീഹാറിലേക്കല്ലേ പോയത്? ബീഹാറിൽ പോയത് എന്തിനാ? കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ 4ാമത്തെ ഹെഡ് കൊടുക്കുന്ന, അതായത് 2000 രൂപ വീതം അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന 4ാമത്തെ ഹെഡ് കൊടുക്കുന്നതിന്റെ ഉദ്ഘാടനം ചെയ്യാനാണ് സർവകക്ഷി യോഗം ക്യാൻസൽ ചെയ്ത് പ്രധാനമന്ത്രി പോയത്. അതിനെപ്പറ്റി ചോദ്യം ചെയ്യണ്ടേ? അപ്പൊ അതൊക്കെ ചോദ്യം ചെയ്യും. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, റീസെന്റ് ഇപ്പോഴുള്ള പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യ പാകിസ്ഥാൻ വിഷയം. അത് ബൈലാട്രൽ ഇഷ്യൂ ആണ് എന്ന് നമ്മൾ പണ്ടേ പ്രഖ്യാപിച്ചതാണ്. അതിൽ അമേരിക്ക എന്നല്ല, തുർക്കി എന്നല്ല, റഷ്യ എന്നല്ല, ആരുടെ മധ്യസ്ഥതയുടെ ആവശ്യമില്ല എന്ന് ക്ലിയർ കട്ടായി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അവിടെയാണ് ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് പറയുന്നു, ഇതാ ഞങ്ങൾ ഇടപെട്ടാണ് ഇത് തീർത്തത്. 2, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ട്വീറ്റ് ചെയ്യുന്നു, ഇതാ ഞങ്ങൾ ഇടപെട്ടാണ് ഇത് തീർക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റൂബിൻസിന്റെ സെക്രട്ടറി വളരെ കൃത്യമായി പ്രസ് റിലീസ് തന്നെ ഇറക്കുന്നു, ഞങ്ങൾ പല കുറി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് ഇത് സാധ്യമായത്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ്. നമ്മൾ തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്ന യുദ്ധമെന്ന് നമ്മൾ പറയില്ല, ഇന്ത്യ പറയില്ല. നമ്മൾ നടത്തിയത് തീവ്രവാദ വിരുദ്ധ പോരാട്ടമെന്നാണ് നമ്മുടെ ഭാഷ. അത് തന്നെയാണ് ശരി. നമ്മൾ കാര്യം തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. അവിടെ ഒരു സിവിലിയന്റെ പോലും രക്തം വീഴ്ത്താൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല, വീഴ്ത്തുകയുമില്ല. അത് പണ്ട് തൊട്ടേ ഇന്ത്യയുടെ നിലപാടാണ്. പക്ഷേ ആ തീവ്രവാദ വിരുദ്ധ പോരാട്ടം നിർത്താൻ വേണ്ടി സ്വിച്ചിട്ട പോലെ അമേരിക്കൻ പ്രസിഡന്റ് സ്വിച്ചിട്ടാൽ നിന്നു പോകുന്നതാണ് നമ്മുടെ പോരാട്ടമെങ്കിൽ അത് നമ്മുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നതാണ്. അത് ചോദ്യം ചെയ്യും. അതിന് ക്ലിയർ കട്ടായി അവിടെയും ഇവിടെയും കാടും പടപ്പും തല്ലി ഉത്തരം പറഞ്ഞാൽ പോരാ പ്രധാനമന്ത്രി. കാടും പടപ്പും തല്ലി ഉത്തരം പറഞ്ഞു പോയാൽ പോരാ ഇന്ത്യ. തീർച്ചയായും അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇനിയും പാർട്ടികളുടെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കണം, കാര്യങ്ങൾ വിശദീകരിക്കണം. ഇതിനിടയിൽ 2 സർവകക്ഷി യോഗങ്ങൾ ചേർന്നു കഴിഞ്ഞു. താങ്കൾ പറഞ്ഞതുപോലെ അതിനുശേഷം കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണം പോലും അങ്ങേയറ്റം പക്വത നിറഞ്ഞതായിരുന്നു, ഒരു തർക്കവുമില്ല. എൻ്റെ സംശയം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രതികരണവും ഒപ്പം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ നൽകിയ മറുപടിയും ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാരിറ്റി പ്രശ്നം ഇനിയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, കാടും പടപ്പും തല്ലിയാൽ പോരാ. ഒന്ന്, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ട്വീറ്റ് വന്ന വെറും ഒരു ട്വീറ്റ് അല്ലല്ലോ, അവരുടെ അവകാശവാദമാണ്. നമ്മളോട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ, നമ്മളോട് പറഞ്ഞു ആന്റി ടെററിസ്റ്റിക് വാർ നിർത്താൻ, അമേരിക്ക പറഞ്ഞു, ഉടനെ നമ്മളൊക്കെ കേട്ടു എന്ന് പറഞ്ഞാൽ ഒരു ട്വീറ്റ് ആണോ പുറത്തു വന്നത്? അങ്ങനെ ഇന്ത്യയോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഇതാ
യുദ്ധം നിർത്താൻ, അങ്ങനെയല്ലല്ലോ. അത് ആദ്യം താങ്കൾ പറഞ്ഞതുപോലെ ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തി എന്നുള്ളത് ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ് ലോകമറിഞ്ഞത്. പക്ഷേ അതിൽ പോലും അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് പ്രകാരം എന്നുള്ളതല്ലല്ലോ വന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായിട്ടുണ്ട്, രണ്ട് രാഷ്ട്രങ്ങളെയും പ്രശംസിക്കുന്നു എന്ന മട്ടിൽ പറയുന്നു. അത് സ്വാഭാവികമായും ഒരു യുദ്ധം നടക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുമൊക്കെ ആശയവിനിമയം നടത്താം. പാകിസ്ഥാൻ ഇക്കാര്യം വേണമെങ്കിൽ അമേരിക്കയെ ബോധിപ്പിക്കാം ഇത്തരത്തിൽ ധാരണയായിട്ടുണ്ട് എന്നത്. ഇത് കൃത്യമായല്ലേ ഇന്ത്യ മറുപടി നൽകുന്നത്? അതാ താങ്കൾ ആ വാർത്താ സമ്മേളനം കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ കൃത്യമായി പറയുന്നു, 9-ാം തീയതി രാത്രി അല്ലെങ്കിൽ 10-ാം തീയതി പുലർച്ചെ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളടക്കം ആക്രമിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന് 10-ാം തീയതി രാവിലെയാണ് പാകിസ്ഥാന്റെ കോൾ വന്നത്. 12:30 ഹോട്ട് ലൈനിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അത് പാകിസ്ഥാന് ബുദ്ധിമുട്ടുണ്ടാക്കി, പാകിസ്ഥാന് ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതിനെ തുടർന്ന് 3:30 എന്ന സമയം, ഏതാണ്ട് 3:35 എന്ന സമയം ഇന്ത്യയാണ് അനുവദിക്കുന്നത്. അങ്ങനെ DGMOമാർ മാത്രം ചർച്ച നടത്തിയാൽ മതി എന്ന് തീരുമാനിക്കുന്നു. ആ ചർച്ചയിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തി. ഇതിൽ ഒരു മൂന്നാം കക്ഷിക്കും പങ്കില്ല എന്ന് കൃത്യമായി പറയുന്നു. അങ്ങനെയല്ല, അവിടെയാണ് പ്രശ്നം. ഒന്ന്, അങ്ങ് പറഞ്ഞ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. ലോകം അറിയുന്നത്, ഇന്ത്യക്കാരൻ അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്വീറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഇത് അവസാനിപ്പിച്ചു എന്ന്. നമ്മൾ യുദ്ധമുഖത്താണ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ അവിടെ യുദ്ധമുഖത്താണ്, നമ്മൾ ആന്റി ടെററിസ്റ്റിക് വാർ ഏറ്റെടുത്ത് നടത്തുകയാണെന്ന് വിശ്വസിച്ച് നമ്മുടെ സൈനികർ നിൽക്കുമ്പോൾ, അവരുടെ കുടുംബം നിൽക്കുമ്പോൾ, അവിടെ കൊല ചെയ്യപ്പെട്ടവരുടെ അനാഥമാക്കപ്പെട്ട കുടുംബം നിൽക്കുമ്പോൾ അവരത് അറിയേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്വീറ്റ് കണ്ടിട്ടാണോ? അവിടെയാണല്ലോ 5 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വസന്ത് തെങ്കമ്പള്ളി 5 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് പറയുന്നു. ആ 5 മണിക്ക് വാർത്താ സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ്. മാത്രവുമല്ല, ഈ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ മുഴുവൻ അറിയിക്കുക എന്നുള്ളതല്ലല്ലോ. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ മാർഗത്തിൽ അത്തരം അറിയിപ്പുകൾ പോയിട്ടുണ്ടാകാം. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന്? അല്ല, അങ്ങ് ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ജനങ്ങളെ അറിയിക്കേണ്ടത് സ്വാഭാവികമായ ഉത്തരവാദിത്തമാണ്. അതെങ്ങനെയാണ് വസന്ത്? ഈ 7-ാം തീയതി പാകിസ്ഥാന്റെ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളത് ആക്രമിച്ചതിന് ശേഷമല്ലേ? അല്ലാതെ നമ്മൾ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെ ലോകത്തെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒക്കെ അറിയിച്ചിട്ടാണോ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുക? അങ്ങ് തെറ്റിദ്ധരിച്ചാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടാണ്. അതെ, അവിടെ ഞാൻ പറഞ്ഞത്. അതായത് യുദ്ധം അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി തയ്യാറെടുപ്പോടെയല്ലേ ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ സാധിക്കൂ? അല്ല, അതിനു മുമ്പ് അമേരിക്ക കയറി പറയേണ്ട കാര്യമുണ്ടോ? അത് അമേരിക്കയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അമേരിക്കയോട് വിലക്കുക എന്നുള്ളതല്ലല്ലോ. അത് അവരുടെ സ്വാതന്ത്ര്യം, അവരത് ചെയ്യുന്നു. അല്ലല്ലോ. ഏത് അമേരിക്കയെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ 1-ാം ലോകരാജ്യമായി നിൽക്കുന്ന അമേരിക്ക ഒന്നുമല്ല. ഇന്ന് ഡിപ്ലോമാറ്റിക്കലി വലിയ പരാജയമായ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു മറുവാക്കിന് എതിർവാക്കില്ലാത്ത അമേരിക്ക ഒന്നുമല്ല. ഡിപ്ലോമാറ്റിക്കലി വലിയ പരാജയമായ, തകർന്നു തരിപ്പെട്ട, നയതന്ത്രപരമായി യാതൊരു ശേഖ്യമില്ലാത്തൊരു രാജ്യമാണ് ഇന്ന് അമേരിക്ക. ആ അമേരിക്ക കയറി വന്നിട്ട് ഞങ്ങൾ ആദ്യം അങ്ങ് പറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായി അമേരിക്ക എന്ന പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ, അതിന് തടയിടാനുള്ള ആർജവം, ശക്തി ഇന്ത്യക്ക് ഉണ്ടാവണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ വിഷയത്തിൽ കാടും പടപ്പും തല്ലിപ്പോയാൽ പോരാ. അതായത് ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നും ഇല്ല. കോൺഗ്രസിന് ഇപ്പോഴും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് സർവകക്ഷി യോഗം വിളിക്കണം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. അല്ല, വ്യക്തതയ്ക്ക് യാതൊരു കുറവുമില്ല. നമ്മുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ മതി. അവിടെയും ഇവിടെ തല്ലി പറയണ്ട. കൃത്യമായി പറയാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞാൽ ആ പ്രശ്നമാണോ വെച്ചു തീർന്നു. യെസ്, ശ്രീജിത്ത് പണിക്കർ, താങ്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി അടക്കം സൈനിക കേന്ദ്രത്തിൽ പോയി അദ്ദേഹം ധീര സൈനികരെ അഭിവാദ്യം ചെയ്യുന്നു. അതിനുശേഷം ഇതാ രൺദീപ് ജയ്സ്വാളിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നു. അവിടെ മാധ്യമപ്രവർത്തകർക്കടക്കം സംശയങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടായിരുന്നു. ആ വേളയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഒരു തേർഡ് പാർട്ടിയുടെയും ഇടപെടൽ ഇല്ല എന്ന് മാത്രവുമല്ല, കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്, അതിൽ ഇടപെടാൻ ഒരു തേർഡ് പാർട്ടിയെയും അനുവദിക്കില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം അല്ലെങ്കിൽ ഇന്ത്യ ഈ കശ്മീർ പാക് അധിനിവേശ കശ്മീർ വിഷയം ഒന്നുകൂടി ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. കശ്മീർ ഇന്ത്യക്ക് വേണം എന്ന് തന്നെയാണ് ഇന്ന് പറഞ്ഞു വെച്ചത് എന്ന് കൂടിയാണ്. തീർച്ചയായിട്ടും നോക്കൂ, രൺധീർ ജയ്സ്വാളിന്റെ ആ ഒരു മീഡിയ ബ്രീഫിങ്ങും അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നതും എല്ലാം തന്നെ പൂർണ്ണമായും ശ്രീജിത്ത് പണിക്കർ, താങ്കൾ സംസാരിക്കുന്നിടത്ത് റേഞ്ച് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു.
യെസ്, പറഞ്ഞുകൊള്ളൂ. യെസ്, ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് എത്താം. ഡോക്ടർ വേണുഗോപാൽ, ഇവിടെ ഈ വിഷയത്തെ, അതായത് പാക് അധിനിവേശ കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളെ ഇന്ന് ഒരിക്കൽ കൂടി ഇന്ത്യ ഓൺ ചെയ്യുകയാണോ ചെയ്തത്? പ്രത്യേകിച്ച് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം, അത് ഇന്ത്യയുടെ എക്കാലത്തെയും പോളിസിയാണ്. പക്ഷേ പാക് അധിനിവേശ കാശ്മീർ വിഷയത്തിൽ മറ്റാരും ഇടപെടേണ്ട, അത് ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം. പക്ഷേ അതിനൊരു സൊല്യൂഷനേ ഉള്ളൂ, അത് ഇന്ത്യക്ക് തരിക എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ടെറിട്ടറി ആണെന്ന് വരെ പറഞ്ഞു വയ്ക്കുന്ന വിധത്തിലാണ് അവർ POK സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ എടുത്തിട്ടുള്ളത്. അവരവിടെ ചൈനയുമായിട്ട് ആദ്യം തന്നെ 1963 തന്നെ ഒരു പോർഷൻ അങ്ങ് ചൈനയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ചൈനയ്ക്ക് ബെൽറ്റ് റോഡ് ഉണ്ടാക്കാനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ ഇതെല്ലാം അവരുടെ ടെറിട്ടറി എന്നുള്ള നിലയ്ക്കാണ് ഇത് ചെയ്തു വരുന്നത്. ഇത് നമുക്ക് ഈ ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ അപാകതയായി ആദ്യം മുതലേ പറയുന്നത് 1963 VK കൃഷ്ണമേനോൻ അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനോട് ശക്തമായി നിർദ്ദേശിച്ചാണ് ഇത് നമ്മൾ UN കൊണ്ടിടരുത്. UN കൊണ്ടിട്ടാൽ ഇത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നമുക്ക് മെനയുണ്ടാക്കുക അല്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. അപ്പോൾ അന്ന് നെഹ്റു വിശ്വസിച്ചത് നമ്മളിങ്ങനെ പഞ്ചശീലത്വവും മര്യാദയൊക്കെ പറഞ്ഞു നടക്കുന്ന രാജ്യമായതുകൊണ്ട് ലോക മനസാക്ഷിയെ എൻ്റെ കയ്യിൽ നിർത്താൻ കഴിയുമെന്നാണ്. പക്ഷേ അത് തെറ്റിപ്പോയി. അന്ന് മുതൽ ഈ POKയുടെ പ്രശ്നത്തിലായാലും കാശ്മീരിൻ്റെ പ്രശ്നത്തിലായാലും വിദേശ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് ഇന്ന് വരെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. പക്ഷേ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞത് POK എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രദേശമാണ്, ഞങ്ങളത് നേടുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ട പ്രദേശമാണ്, ഞങ്ങളത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. ഇത് പറയാനുണ്ടായ ശക്തി എന്ന് പറയുന്നത് സിംല കരാർ റദ്ദാക്കിയെന്ന് പാകിസ്ഥാൻ പറഞ്ഞതാണ്. പാകിസ്ഥാന് പറ്റിയ ഏറ്റവും വലിയ അമളിയതാണ്. 1971 ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ആ കരാറായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരെ സേവ് ചെയ്തത്. അവർക്ക് അതിർത്തി നിർണ്ണയിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ കയറിയില്ല, വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ ഒരു ലൈൻ ഓഫ് കൺട്രോൾ നമ്മൾ പാലിച്ചു വന്നിരുന്നു. അതോടുകൂടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലെയിം ചെയ്യാനുള്ള അവസരം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഈ ഗവൺമെൻറ് പലപ്പോഴും പാർലമെൻറ്റിലടക്കം POK നമ്മുടേതാണ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ അന്നും ഇത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വീറ്റോ പവറുള്ള ഒരു ചൈന ഇരിക്കുകയാണ്. ചൈന പറയും നിങ്ങൾ പാകിസ്ഥാൻ തമ്മിലുള്ള എഗ്രിമെൻ്റ് ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാനിത് വീറ്റോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കാരണം പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് POKയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് ചൈന നടത്തിയിരിക്കുന്നത്. ചൈനയ്ക്ക് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും ഇത് ഇന്ത്യയുടേതാണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത് മാറി വരണമെങ്കിൽ ഈ സിംല കരാർ അടക്കം പൊളിഞ്ഞു പോകേണ്ടതായിരുന്നു. അത് പാകിസ്ഥാൻ ഒരു മണ്ടത്തരം കാണിച്ചു. നമ്മൾ ജലക്കരാർ പൊളിച്ചപ്പം സിംല കരാറും അവരും പൊളിച്ചു കളഞ്ഞു. അവർ വിചാരിച്ചത് അതിങ്ങോട്ട് കയറി കാശ്മീർ വരെ അടിക്കാനുള്ള ഒരു സന്ദർഭമാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ പൊളിച്ചത്. പക്ഷേ അവർക്ക് അങ്ങോട്ട് കയറി നമുക്കൊരു ക്ലെയിം വെക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. POK ഇന്ന് മുതൽ നമ്മുടേതാണെന്ന് പറയുന്നതിനുള്ളൊരു ക്ലെയിം അവിടെ ഉണ്ടാക്കി. ആ ക്ലെയിമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞത്, POK ഞങ്ങളുടേതാണ്, ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കും. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ സിന്ധു നദീജല കരാർ അടക്കം ഭീകരവാദം അവസാനിപ്പിക്കുന്നത് വരെ മരവിപ്പിച്ച് തന്നെ നിർത്തും, അതിലൊരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ സാധാരണ ഒരു യുദ്ധമുഖത്തേക്ക് എത്തുമ്പോൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും സൈന്യം അങ്ങനെ എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സൈന്യത്തിൻ്റെതായ ചില തന്ത്രങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഓരോ ഘട്ടത്തിലും വാർത്താ സമ്മേളനം നടത്തി നമ്മൾ ഇതാണ് ചെയ്തത്, നമുക്കും ചില നഷ്ടങ്ങളുണ്ടായി എന്നുള്ളത് സമ്മതിക്കുന്നുമുണ്ട് സൈന്യം. ഏറ്റവും ഒടുവിൽ വെടിനിർത്തലിലേക്ക് പോയി. ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള പ്രകോപനപരമായ സമീപനങ്ങളില്ല. അങ്ങനെ പ്രകോപനപരമായ പ്രതികരണങ്ങൾ നടത്തിയാൽ അത് അന്താരാഷ്ട്ര സമൂഹവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ത്യ പാലിച്ച സംയമനത്തിന് ശേഷം പാകിസ്ഥാൻ്റെ കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്നു. അവിടെ തന്നെ ഇന്ത്യയുടെ സൈനിക കരുത്ത് എന്ത് എന്ന് വ്യക്തമാക്കിയ ശേഷം ആ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. പിന്നീട് മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്കൊന്നും ഇതിൽ പങ്കില്ല എന്ന് പറയുന്നു. ഈ ഒരു പാറ്റേൺ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നിശ്ചയമായിട്ടുമില്ല. കാരണം അതില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡേ 1 മുതൽ നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിരുന്നത് നമ്മളിവിടെ ഇതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ്. വളരെ മെഷേർഡായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള പ്രിസൈസ് ടാർഗറ്റിംഗ് വഴി പാകിസ്ഥാന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുന്നു എന്ന് മാത്രമാണ്
നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞത് ഒരു തവണ പോലും നമ്മളിതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ യുദ്ധത്തിന് പോകുന്നില്ല എന്നും ഏറ്റവും അവസാനം ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയിരുന്ന സൈന്യത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞ് അവസാനിപ്പിച്ചതും ഇതേ കാര്യമാണ്. അതായത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പാകിസ്ഥാൻ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള എസ്കലേഷനും ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ അമേരിക്കയല്ല മറ്റാരെങ്കിലും ഒരു മധ്യസ്ഥം അതിൽ വഹിച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇന്ത്യ ഏതെങ്കിലും ഒരു പ്രത്യേക തീരുമാനം എടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മുടെ നിലപാടുകളിൽ കൺസിസ്റ്റൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. അതായത് നമ്മൾ എസ്കലേറ്റ് ചെയ്യും, നമ്മൾ യുദ്ധത്തിലേക്ക് പോകും, നമ്മൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആഘാതം പാകിസ്ഥാൻ ഏൽപ്പിക്കും എന്ന് നമ്മുടേതായിട്ടുള്ള ഒരു ഡിക്ലെയർഡ് പൊസിഷൻ ഉണ്ടായിരിക്കുകയും അതിനെ അമേരിക്ക ഇടപെട്ടതിന് ശേഷം നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ട് വേണ്ട ഞങ്ങളിതാ വെടിനിർത്തലുമായി പോകുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കി എന്ന് പറയാം. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ? നമ്മൾ ആദ്യം മുതൽ പറഞ്ഞിരുന്നത് എന്താണ്? നോൺ എസ്കലേറ്ററി ആണ്, ഞങ്ങൾക്കിതിനെ യുദ്ധമാകാൻ ആഗ്രഹമില്ല എന്ന് തന്നെ പറഞ്ഞു. എന്ന് വെച്ചാൽ അമേരിക്ക എന്നല്ല, നമ്മൾ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരുന്ന മറ്റ് രാജ്യങ്ങളുണ്ട്, സൗദി, നോർവേ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ പൊസിഷൻ ആദ്യം മുതൽ ഒരേ കൺസിസ്റ്റന്റ് പൊസിഷൻ ആയിരുന്നു. പാകിസ്ഥാൻ ആഗ്രഹിച്ചാൽ നമ്മൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു പാകിസ്ഥാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർ നമ്മളെ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം DGMO തലത്തിലാണ് ചർച്ച പോലും നടക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്ന ഒരു ഇൻഫർമേഷൻ പ്രിയംപ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു രാജ്യത്തലവനും അത് ചെയ്യില്ല. അമേരിക്കയിൽ തന്നെ മറ്റേതെങ്കിലും ഒരു പ്രസിഡന്റ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് ചെയ്യില്ല. കാരണം അത് ഇതിൽ പാർട്ടീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. രണ്ട്, എവിടെയാണ് ഒരു മിഡിൽമാൻ വരുന്നത്, മധ്യസ്ഥൻ വരുന്നത് എവിടെയാണ്? ഏതൊരു ഇഷ്യൂവിലും ഒരു മധ്യസ്ഥൻ വരുന്നത് ആ മധ്യസ്ഥനെ ഇതിൽ ഉൾപ്പെടുന്ന പാർട്ടികളെല്ലാം കൂടി നിശ്ചയിക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ ഇന്ത്യ ഡെയിലി നോർവേയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നോർവേ ഇതിന്റെ മീഡിയേറ്റർ ആണോ? സൗദിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സൗദി ഇതിന്റെ മീഡിയേറ്റർ ആണോ? എത്രയോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടായിരുന്നു, അവരാരും ഇതിന്റെ മീഡിയേറ്റർ അല്ല. ഇനി ഇത് എവിടെ നിന്നാണ് ഈ മീഡിയേഷൻ നമ്മൾ വേറൊരാളിനെ ഏൽപ്പിക്കില്ല എന്ന് പറയുന്നത് എന്നുള്ളത് ചിന്തിച്ച് നോക്കണം അഭിലാഷ്. അതായത് ഇതെല്ലാം സ്റ്റെം ചെയ്തിരിക്കുന്നത് ഈ ബൈലാറ്ററൽ ആയിട്ടുള്ള ചർച്ചകൾ വഴിയാണ്. മറ്റാരെയും നമ്മൾ ഉൾപ്പെടുത്തില്ല എന്നെല്ലാം പറയുന്നത് ഷിംല കരാറിലാണ്. അപ്പോൾ ഇൻഡസ് വാട്ടർ സ്ട്രീറ്റ് ഇന്ത്യ സസ്പെൻഡ് ചെയ്യുന്ന സമയം മുതൽ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്ന തീരുമാനം ഷിംല കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ് ഷിംല കരാർ. പാകിസ്ഥാൻ പിന്മാറിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ഷിംല എഗ്രിമെന്റ് ഇൻ ഫോഴ്സ്. എന്ന് വെച്ചാൽ പിന്നീട് ഷിംല കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അത് അനുവർത്തിക്കുന്നതിന് ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യതയുമില്ല. ഒരു കാര്യം പറയാം, ഷിംല കരാറിൽ പറഞ്ഞിരിക്കുന്ന ഈ മധ്യസ്ഥൻ വേണോ വേണ്ടയോ എന്നുള്ളത് മാത്രമല്ല, റിനൻസിയേഷൻ ഓഫ് വാർ എന്ന് പറയുന്നത് ഷിംല കരാറിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഈ രണ്ട് രാജ്യങ്ങളും ആംഡ് കോൺഫ്ലിക്റ്റിൽ ഇടപെടില്ല എന്നും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയും സോവറനിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുമെന്നാണ് ഷിംല കരാറിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മധ്യസ്ഥത്തിലേക്കൊന്നും പോകണ്ട. ഷിംല കരാറിനെ ഇന്ത്യ അവിടെ എയർബേസുകൾ ആക്രമിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ആ ഷിംല കരാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അത് നേരത്തെയും ഷിംല കരാറിന് മുമ്പും ഇങ്ങനെ മധ്യസ്ഥരുണ്ടാകരുത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 1965 യുദ്ധത്തിൽ മധ്യസ്ഥനുണ്ടായത് ഇവിടുന്ന 65 യുദ്ധം കഴിഞ്ഞിട്ട് അത് സെറ്റിൽ ചെയ്തതിന് ശേഷം പാകിസ്ഥാൻ ഞങ്ങളിതാ പരാജയപ്പെടുന്നു, ഞങ്ങളുടെ കണ്ടീഷൻസ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണോ? പാകിസ്ഥാനിൽ വെച്ചിട്ടാണോ? താഷ്കെൻഡിൽ വെച്ചിട്ടാണ്. അലക്സി കസീഗിൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയന്റെ പ്രീമിയറാണ് അന്ന് അതിന് മധ്യസ്ഥനായത്. അന്ന് അത് മധ്യസ്ഥതയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് പാർട്ടികളും ചേർന്നിട്ടാണ് ഇവരെ അവിടെ കൊണ്ടുവരുന്നത്. ഞാനിവിടെ പറയുന്നത് ഇതൊക്കെ വെറുതെ രാഷ്ട്രീയമായിട്ട് പറയുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആരോപണമാണ്. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചിട്ടാണ് വെടിനിർത്തലിന് അപേക്ഷിച്ചത് എന്ന് ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ DGMO പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. നമ്മൾ സൈന്യ തലവനെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഒരു ഉന്നത സ്ഥാനീയനായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ നിൽക്കുന്ന ഒരാളിനെ അവിശ്വസിക്കണോ? ഇന്ന് പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളല്ലല്ലോ, രൺധീർ ജയ്സ്വാൾ അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ നമ്മൾ അവിശ്വസിക്കേണ്ടതുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത് നോക്കൂ, കാശ്മീർ വിഷയത്തിൽ നമ്മൾ അതാണ് കീ ആയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ മധ്യസ്ഥതയ്ക്ക് ഞാൻ തയ്യാറാണ്, അമേരിക്ക തയ്യാറാണ് എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്താ? ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ച രണ്ട് വിഷയങ്ങളിലേ ഉള്ളൂ. അതിലൊന്ന് ടെററിസം, രണ്ട് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. നേരത്തെ കാശ്മീർ വിഷയം എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് പറയുന്നത് കാശ്മീർ വിഷയമെന്നല്ല, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ ഭരണമുള്ള കാശ്മീരിനെ പറ്റി നമ്മൾ പാകിസ്ഥാനുമായിട്ട് ചർച്ചയ്ക്കേ ഇല്ല എന്നാണ്. എന്ന് വെച്ചാൽ ഇനി ഒരു മധ്യസ്ഥൻ വരുന്നു എന്ന് കരുതിക്കോളൂ. ഒരു മധ്യസ്ഥൻ എന്തായിരിക്കും വരിക? രണ്ട് പാർട്ടികൾക്കും സ്വീകാര്യമായിട്ടുള്ള കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഒരു പ്രൊപ്പോസൽ ആയിരിക്കും ഒരു മധ്യസ്ഥൻ കൊടുക്കുക. ഇന്ത്യയുടെ കാശ്മീരിനെ പറ്റി ചർച്ച ചെയ്യുകയില്ല, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റി മാത്രമേ ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞാൽ അമേരിക്ക എല്ലാം ആര് വന്നു കഴിഞ്ഞാലും എന്ത് പ്രൊപ്പോസലാണ് പാകിസ്ഥാൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുക?
ഇന്ത്യ ഇത് വേണമെന്ന് പറയുകയും മറ്റേതിനെപ്പറ്റി ചർച്ച ചെയ്യില്ല എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇഫക്റ്റീവ്ലി ഇനി ഒരൊറ്റ മധ്യസ്ഥനും ആ കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിക്കാൻ പോലുമുള്ള സ്കോപ്പ് അവിടെ ഇല്ല. കാരണം പാകിസ്ഥാനും കൂടി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു മധ്യസ്ഥൻ വരികയുള്ളൂ. ഇനി ഇത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ അടക്കം ധരിപ്പിക്കുകയും മാർക്കോ റൂബിയെ അടക്കം ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളത് ഷഹബാസ് ഷെരീഫിന്റെ എക്സ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാവില്ലേ? ഷഹബാസ് ഷെരീഫ് എക്സ് അക്കൗണ്ടിൽ എത്രത്തോളം വലിയ പാകിസ്ഥാന്റെ ബന്ധുവാണ് അമേരിക്ക എന്നും എങ്ങനെയാണ് ഇവർ പല കാര്യങ്ങളിലും സഹകരിക്കുന്നത് എന്നും ഇത് പീസ് ബ്രോക്കർ ചെയ്തിരിക്കുന്നതിന് അദ്ദേഹത്തിന് വലിയ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ വാഴ്ത്തുപാട്ടുകളാണ് അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള ട്വീറ്റ്സിലൂടെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞു? നമ്മുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു? നമ്മുടെ സർക്കാരിന്റെ പ്രതിനിധികൾ ആരെങ്കിലും പറഞ്ഞു? നമ്മുടെ ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും പറഞ്ഞു? അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് DGMO ആയിട്ടുള്ള രാജീവ് ഘൈ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നതിനെ കോൺഗ്രസ് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? രൺധീർ ജയ്സ്വാൾ പറയുന്നതിനെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നതിനെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഈ മൂന്നാൾക്കാരും പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും അതല്ല എങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വീറ്റിനെ എടുത്തിട്ട് അവർ ട്വീറ്റ് ചെയ്യുന്നതിൽ അതിശയമൊന്നുമില്ല. അപ്പൊ ഏതെങ്കിലും കാര്യത്തിൽ ട്വീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് അത് അലൈൻ ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ ഫോഴ്സസ് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ മാറ്റിക്കൊള്ളൂ. പക്ഷേ നമ്മുടെ രാജീവ് ഘൈ എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥൻ, അദ്ദേഹം DGMO ആണല്ലോ, അദ്ദേഹം പറയുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ചർച്ച നടന്നിരിക്കുന്നത് എവിടെയാ? DGMO ടു DGMO തരത്തിലാണ്. അപ്പൊ അതിന് ബ്രോക്കർ ചെയ്യാനായിട്ട് മാർക്കോ റൂബിയോ ചെന്നോ? അതോ ഇത് ടെലിഫോണിൽ ഇത് കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് ചെന്നോ? ഇല്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് DGMO ടു DGMO ആണ്. രണ്ട് ഗവൺമെന്റുകൾ പോലും സംസാരിച്ചിട്ടില്ല. ഈ രണ്ട് ഗവൺമെന്റുകളുടെ ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കേണ്ടേ? അല്ലെങ്കിൽ അതായത് ഷഹബാസ് ഷെരീഫ് ഒരു സൈഡിലും നരേന്ദ്രമോദി മറ്റേ സൈഡിലും നിന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെയോ അല്ലെങ്കിൽ മാർക്കോ റൂബിയോയുടെ മധ്യസ്ഥയിൽ നടന്നു കഴിഞ്ഞാൽ യെസ്, അതൊരു മിഡിൽമാൻ ചർച്ചയാണ്. അതുണ്ടായിട്ടില്ല. സൈനികരുടെ ഭാഗത്ത് നിന്ന് മാത്രം നടന്നിരിക്കുന്ന കാര്യം. സമ്മേളനത്തിൽ എനിക്ക് തോന്നുന്നു ആ ടൈം വരെ കൃത്യമായി പറയുന്നുണ്ട്. കൃത്യമായി, അതായത് 12:30 ഈ സമയത്ത് ഓൺലൈനിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 3:35 എന്നൊക്കെ ഇത്രമേൽ ഷാർപ്പായി പറയുകയാണ്. അഭിലാഷ്, അതിൽ വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ട്രംപ് ആണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാകിസ്ഥാനോടും ഇന്ത്യയോടും ഞാൻ ട്രേഡ് നടത്തത്തില്ല എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഇത് സോൾവ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരോടും ട്രേഡ് നടത്തത്തില്ല എന്ന് പറയുന്നു. അത് കേട്ട ഉടനെ ഇവർ രണ്ടുപേരും കൂടി സീസ് ഫയറിന് എഗ്രി ചെയ്തു എന്നാണ്. എങ്കിലും ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. ഈ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷൻ തന്നെ നമ്മളെ വിരട്ടിയത് എന്താണ്? റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇന്ത്യ അത് കേട്ട് പേടിച്ചിട്ട് നിർത്തിയോ? ഇനി പോട്ടെ, അന്ന് ജോ ബൈഡനാണ് ഭരണത്തിലിരിക്കുന്നത്. ട്രംപ് വന്നിട്ട് മാസങ്ങളായില്ലേ? ട്രംപ് വന്നതിന് ശേഷവും നമ്മൾ ഒപ്പക്കിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഓയിൽ പ്രൊക്യൂർ ചെയ്തിരിക്കുന്ന റഷ്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം പുതുതായിട്ടുള്ള ഡേറ്റ വന്നിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഓയിൽ വാങ്ങരുതെന്ന് പറഞ്ഞ് റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ട്രംപ് വന്ന് പറയുകയും അതിന്റെ പേരിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ട്രേഡെല്ലാം ഞങ്ങൾ നിർത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ അത് കേട്ട് പേടിച്ച് മിണ്ടാതിരിക്കുകയാണോ? അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ സൈന്യത്തിനൊരു അഭിമാനമുണ്ട്, നമ്മുടെ രാജ്യത്തിനൊരു അഭിമാനമുണ്ട്. ഏത് പാർട്ടിയാണ് അധികാരത്തിലെങ്കിലും ഈ രണ്ട് തരത്തിലുള്ള അഭിമാനത്തിനെയും അപ്ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ പാടില്ല, പാർട്ടി പൊളിറ്റിക്സ് കൊണ്ടുവരാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ ശേഷം ഒറ്റ നിലപാടെടുക്കുക എന്നൊക്കെ പറയല്ല. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പോലും നാണം കെട്ട ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നു. കോൺഗ്രസിന്റെ കാര്യങ്ങളെല്ലാം ഞാനോ രാഹുൽ ഗാന്ധിയോ പറയും, മറ്റുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞിരുന്നതിന്റെ കാരണം എന്താ? കോൺഗ്രസിന്റെ തന്നെ വളരെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലിരിക്കുന്ന മന്ത്രിമാർ, അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലിരിക്കുന്ന അവരുടെ MLA-മാർ, ഇവരൊക്കെ തന്നെ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ ഇരുന്നിട്ട് എന്താ പറഞ്ഞിരുന്നത്? നമ്മുടെ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളും പറഞ്ഞു. അത് നിരന്തരം ആവർത്തിച്ചു അല്ലെ? തെലങ്കാനയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ, കോൺഗ്രസിന് അധികാരമുള്ള പല സ്ഥലങ്ങളിലുമുള്ള ആൾക്കാർ ആവർത്തിച്ചു പറഞ്ഞതെന്താണ്? ആ തീവ്രവാദികൾക്ക് പിന്നെ മതം ചോദിച്ച് കൊല്ലല്ലേ സമയം, അതിനൊക്കെ അവർക്ക് എവിടുന്ന സമയം എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഈ സമരം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം തീർച്ചയായും അതാണ്. സൈനിക ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞു, പിന്നീട് വിദേശകാര്യ വക്താവിന്റെ വാർത്താ സമ്മേളനവും കഴിയുമ്പോൾ ക്ലിയർ ആണോ പിക്ചർ എന്നുള്ളത്? ഒരു ഇടവേള അനിവാര്യമാണ്, അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ വസന്ത്, സമയം വളരെ കുറവാണ്, 1 മിനിറ്റിനുള്ളിൽ തീർക്കണം. താങ്കൾക്ക് ശ്രീജിത്ത് പറഞ്ഞതിനോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചേർത്ത് വെക്കാനുണ്ടോ? ഞങ്ങളുടെ ആവശ്യം വളരെ ന്യായമാണ്. കാരണം ഈ രാജ്യം യുദ്ധമുഖത്ത് നിന്നപ്പോൾ സർക്കാരിനൊപ്പം യാതൊരു രാഷ്ട്രീയ ഇച്ഛയുമില്ലാതെ ലാഭേച്ഛയും നോക്കാതെ അടിയുറച്ചു നിന്ന അങ്ങനെ ഒരു മാതൃക കാണിച്ച പ്രതിപക്ഷമാണ് ഇന്ത്യയിലേത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ശ്രീജിത്തിന്റെ ഏറ്റവും അവസാനത്തെ വാദം കോൺഗ്രസ് പ്രസിഡന്റും ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് മാത്രമാണ് പരിഗണിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു എന്നാണ്.
എന്താണ് അതിലെ പ്രശ്നം? കാരണം സ്വാഭാവികമായും കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റാണ്. രണ്ട്, CLP നേതാവ് എന്ന അർത്ഥത്തിൽ, LOP എന്നുള്ള അർത്ഥത്തിൽ സ്വാഭാവികമായും കക്ഷി നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹവും പറയും. അത് തന്നെയാണ് ഫൈനൽ അഭിപ്രായം. കാരണം ഞങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാവും, വ്യത്യസ്ത സൈഡ് വ്യൂസ് ഉണ്ടാവും. അത് പറഞ്ഞു വരുമ്പോ അതല്ല പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായം, അത് കോൺഗ്രസ് പ്രസിഡന്റാണ് പറയുന്നത് എന്ന് തന്നെ പറയും. BJPക്കുള്ളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടില്ലേ പല കാര്യങ്ങളിലും? അപ്പൊ അതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം വളരെ ന്യായമാണ്. ഒരു സംയുക്ത പാർലമെന്റ് സമ്മേളനം വിളിച്ച് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ഉയർത്തുന്ന രീതിയിൽ നമ്മൾ നടത്തിയ മുന്നേറ്റങ്ങളെ പറ്റി പറയുന്നതിൽ കേന്ദ്ര സർക്കാർ യാതൊരു ഈഗോയും വെച്ച് പുലർത്തേണ്ടതില്ല, യാതൊരു ബുദ്ധിമുട്ടും കാണേണ്ടതില്ല. ശ്രീജിത്ത് പണിക്കർ, വളരെ പെട്ടെന്ന്. അല്ല, നോക്കൂ, വിജയ് വഡെറ്റിവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ഒരു MLA ആണ് പറഞ്ഞത് ഈ തീവ്രവാദികൾക്കൊക്കെ തന്നെ മതം ചോദിച്ചിട്ട് കൊലപ്പെടുത്താനാണോ സമയം എന്ന്. അത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ അവസാനമാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാൾ കർണാടകയിലെ എക്സൈസ് മിനിസ്റ്റർ ആയിട്ടുള്ള RB തിമ്മപ്പൂരാണ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മതപരമായിട്ടുള്ള കൊലപാതകമൊന്നും നടന്നിട്ടില്ല എന്ന്. ഈ പ്രസ്താവനകൾ വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പറയേണ്ടി വന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ പോസ്റ്റർ ഒട്ടിക്കുന്നവരോ പറഞ്ഞതുകൊണ്ടല്ല, MLAയും മന്ത്രിയും പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് തിരുത്തേണ്ടി വന്നത്. നാണക്കേട് തന്നെയാണ്. ഞാൻ ശ്രീ ബ്രിഗേഡിയർ വേണുനായർ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ മോദി അടക്കം പറഞ്ഞു വെച്ച അവസാന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നത് ഇനി ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതിന് യുദ്ധമായി കണക്കാക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ആ യുദ്ധത്തിനും ഇന്ത്യ ഒരുക്കമാണ് എന്നാണ്. നമ്മൾ ഇതുവരെ സ്വീകരിച്ചിരുന്ന ആരെയും ആക്രമിക്കില്ല എന്ന ആ പോളിസിയിൽ നിന്ന് ഒരു പക്ഷേ ഇനി മാറേണ്ടി വന്നേക്കാം എന്നതുകൂടിയാണോ ആ ഭാഷ്യത്തിലുള്ളത്? തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഭീകരതയ്ക്കെതിരായിട്ട് ഒരു ന്യൂ നോർമലിലേക്കാണ് ഇന്ത്യ മാറിയിരിക്കുന്നത്. ഏത് ഭീകര ആക്രമണവും അത് ഡിഫൈൻ ചെയ്യാൻ നമ്മുടെ സെക്യൂരിറ്റി ഉണ്ട്, ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി. അതൊക്കെ അതിനെപ്പറ്റി തീർച്ചയായിട്ടും ഏതുവരെയൊക്കെയാണ് നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നത്, ഏത് കഴിഞ്ഞാൽ അത് ഇതായിരിക്കും. അത് ഇറ്റ് ഇസ് ആൻ ആക്ട് ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബൈ എയറാണോ എയർ അറ്റാക്കാണോ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ നമ്മുടെ എഫക്റ്റീവ്, നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി നമ്മൾ കാണിച്ചു കൊടുത്തു. ലെങ്തൻ പെർത്ത് ഓഫ് പാകിസ്ഥാൻ നമ്മുടെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇത് ആസ് ഓൺ ടുഡേ ഇപ്പോൾ ഒരു അധിക ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ അവരുടെ ഈ എക്യുപ്മെൻ്റ് ഒന്നും മാറാനുള്ള കേൾപ്പൊന്നും അവർക്കില്ല. അപ്പോൾ ഇതൊരു പാഠമായിട്ട് പഠിക്കുമെന്നേ ഉള്ളൂ. POK തിരിച്ചെടുക്കണോ, അതിനുള്ള കാര്യങ്ങളുണ്ട്, അതാണ് ചെയ്യേണ്ടതെങ്കിൽ. പക്ഷേ ഇതൊരു യുദ്ധമെന്ന് പറഞ്ഞാൽ 2-way ട്രാഫിക്കാണ്. ശത്രുവിന്റെ കഴിവ് മനസ്സിലാക്കണം, നമ്മൾ എന്ത് വില കൊടുക്കണം, എന്താണ് സ്റ്റേക്ക് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്. പക്ഷെ നമ്മുടെ മിലിറ്ററി എന്തിന് തയ്യാറാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണല്ലോ. സ്റ്റേറ്റ് എടുക്കുന്ന തീരുമാനത്തിന് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യും. പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ച് മാത്രമേ ചർച്ചകൾ ആവശ്യമുള്ളൂ. തീവ്രവാദത്തിനെതിരെയാണ്. ആ തീവ്രവാദികളുടെ വീട്ടിൽ കയറി അവരെ ഇല്ലാതാക്കും എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന ഇനി ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതിനപ്പുറത്ത് പാകിസ്ഥാനും ലോകത്തിനും ഇന്ത്യക്ക് ഒരു സന്ദേശവും നൽകാനുണ്ടാകില്ല. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.